السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله ما بعد. ജാഫർ വില്ലൻ പോവല്ല. മൈക്ക് ക്ലിയർ ഉണ്ടോന്ന് അറിയില്ല, ഇല്ലെങ്കിൽ ഉടനെ തന്നെ വരണം. ഇന്ന് ജാഫർ വില്ലന്റെ മൈക്ക് 101% ക്ലിയറാണ്. ഇപ്പൊ കുഴപ്പമില്ലല്ലോ. ഇല്ല, ഇന്നലല്ല മിനിഞ്ഞാന്നാണ് തോന്നുന്നുണ്ട്. നല്ലൊരു ഭാഗം നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗം പറഞ്ഞിരുന്നു. അത് പറഞ്ഞിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ അബൂ സവാദ് പറയുന്നത് 5 മിനിറ്റായി DC ആയിട്ട് 5 മിനിറ്റായി DC ആയിട്ട്. അപ്പൊ അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ. അങ്ങനെ വരുമ്പോ ഒന്നും മറ്റേ ബൗൺസ് ചെയ്തൂടെ. ഇവിടെ ഇങ്ങനെ പടപ്പാട്ടും ഉഷാറായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരു അനക്കം കാണാതിരിക്കുമ്പോ ഞാനൊന്ന് ചോദിച്ചു നോക്കിയതാ. പിന്നെ അതിൽ നിന്ന് ലെഫ്റ്റ് അടിച്ച് പോയി. പിന്നെ ചെന്നപ്പോ പറയണം 5 മിനിറ്റായി. നല്ല സൈസാണ് അവിടെ ഇരിക്കുന്നത്. ബൗൺസ് ചെയ്ത് മടുത്തു ഞാനത്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഇന്ന് DC ആവുകയാണെങ്കിൽ ഉടനെ ബൗൺസ് ചെയ്തോളണം എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. നിങ്ങള് അത് അന്ന് DC ആയതിലുള്ള ഖേദം നല്ലൊരു രംഗമായിരുന്നു ആ ഭാഗം. അത് ചില സമയത്ത് അങ്ങനെ വരുന്നതാണ്. ചില സമയത്ത് രംഗം നന്നായിട്ട് കാര്യമില്ല, പറയാനും കൂടിയുള്ള ഒരു മൂഡ് കിട്ടണം. രണ്ടും കൂടി ഉഷാറായ രണ്ടും കൂടി ക്ലിയർ ആയ ദിവസമായിരുന്നു. പക്ഷെ അത് കൊളായി. ഇൻഷാ അല്ലാഹ് ആ ഭാഗം ഒന്നുകൂടി നമുക്ക് പറഞ്ഞു നോക്കാം. അല്ലാഹു തആല ഭംഗി പോലെ പറയുവാനും കേൾക്കുവാനും സർവശക്തനായിരിക്കുന്ന അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ജാഫർ വില്ലൻ പറഞ്ഞത് പിന്നെ എന്താണ്, ബഹുമാനപ്പെട്ട കണ്ണീത്ത് ഉസ്താദ് അല്ലെ കാശിഫ് ഉസ്താദിന്റെ വിശദീകരണങ്ങൾ കേട്ടു. വളരെ ഭംഗിയായിട്ടുണ്ടായിരുന്നു. നമ്മള് കണ്ണീത്ത് ഉസ്താദിനെ പറ്റി പറയുമ്പോ ഒരു ദിവസം ഇവിടെ വന്ന് നമ്മളെ എന്താണ് അയാളെ പേര് കല്ലായി പറഞ്ഞു. സത്യത്തിൽ അന്നാണ് ആ പോയിന്റ് നമ്മളൊക്കെ ശ്രദ്ധിക്കുന്നത്. കണ്ണീത്ത് ഉസ്താദിനെ പോലെ ജീവിക്കുക എന്ന് നമ്മളെല്ലാരും പറയല്ലോ. കണ്ണീത്ത് ഉസ്താദിന്റെ മധുവൊക്കെ നമ്മളെല്ലാരും പറയുന്നുണ്ട്. പക്ഷെ ഒരു ദിവസം കണ്ണീത്ത് ഉസ്താദിനെ പോലെ ജീവിച്ചു നോക്കണം. അപ്പോഴേ അതിന്റെ ബുദ്ധിമുട്ടറിയുള്ളൂ. ഒരു ദിവസം. അത് വല്ലാത്ത ഒരു വാക്കാണത്. ഒരു ദിവസം നമ്മൾ കണ്ണീത്ത് ഉസ്താദിനെ പോലെ ജീവിച്ചു നോക്കണം. അപ്പോഴേ നമുക്കതിന്റെ ബുദ്ധിമുട്ട് അറിയുകയുള്ളൂ. ഒരൊറ്റ മിനിറ്റ് കേട്ടോ. അത് വളരെ കറക്റ്റാണ് എന്ന് നമുക്കൊക്കെ തോന്നുന്നു. ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത വ്യക്തി എന്നൊക്കെ പറയാൻ വേഗണ്ടല്ലോ. ഒരു ദിവസം നമുക്കതിങ്ങനെ ജീവിച്ചു നോക്കിക്കൂടെ. ഒരു ദിവസേ ജീവിതം മുഴുവനും ജീവിച്ച 90 വയസ്സിന്റെ മുകളിലെത്തിയിട്ടാണ് ബഹുമാനപ്പെട്ടവർ വഫാത്താകുന്നത് എന്നാണ് എന്റെ ഓർമ്മ. ആ വർഷങ്ങളിൽ ജീവിച്ച, പ്രായപൂർത്തിയെത്തിയതിനു ശേഷം ഉള്ള ആ കൊല്ലങ്ങളിൽ ജീവിച്ച ഒരു ദിവസത്തെ ജീവിതം നമുക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. ഒരു ദിവസം ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് വെക്കുമ്പോ ഏതായാലും പക്ഷെ നമുക്കൊക്കെ ഒരു സമാധാനമുള്ളത് അവരുടെ പിന്നിലാണ്. അവരുടെ പിൻതലമുറക്കാരായിക്കൊണ്ട് അവര് കാണിക്കുന്ന ആ ഒരു വഴിയിലാണ് നാം എന്നുള്ള ഒരു സമാധാനം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ ശഫാഅത്തിൽ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ പണ്ഡിതന്മാരുടെ ചരിത്രം കേൾക്കലോ എനിക്കും തന്നെ വല്ലാത്തൊരു ഇഷ്ടമാണത്. അടുത്തറിയുന്ന ആളുകൾ അവരെ പറ്റി ഇങ്ങനെ പറഞ്ഞു തരണം. അങ്ങനെ പറയുമ്പോൾ അത് വല്ലാത്തൊരു ആവേശമാണ്. ഉസ്താദന്മാരൊക്കെ കണ്ണീത്ത് ഉസ്താദിനെ പറ്റി പറയുമ്പോൾ നമ്മളെ പല ഉസ്താദന്മാരുടെയും ഡയറക്റ്റ് ഉസ്താദാണ് ബഹുമാനപ്പെട്ട കണ്ണീത്ത് ഉസ്താദ്. അപ്പൊ കണ്ണീത്ത് ഉസ്താദിനൊക്കെ പറ്റി പറയുമ്പോൾ ആ ഒരു ബഹുമാനം അവർ ഇന്നും നിലനിർത്തിയിട്ട് ആ ഒരു അദബോട് കൂടെയും ആ ഒരു അച്ചടക്കത്തോടു കൂടെയുമാണ് ബഹുമാനപ്പെട്ടവരെ വിശദീകരിക്കുന്നത് തന്നെ. ഞങ്ങളുടെ പല ഉസ്താദന്മാരും അവരുടെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട കണ്ണീത്ത് ഉസ്താദ്. അതുകൊണ്ട് അവരുടെ ഉസ്താദിനെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ അതില്ലാത്ത ഒരു ബഹുമാനം അവർ കാണുന്നുണ്ട്. പൂവിടാൻ മറന്നു പോകുന്നില്ലേ. അത് ഇൻഷാ അല്ലാഹ് നമ്മളന്ന് 40 അബൂ സവാദ് പറയാ എവിടെ എത്തിയെന്ന് പറഞ്ഞു തരുമോ?
ഇപ്പൊ അമീർ പരാതിയായിട്ട് വരും, ഞാനത് കേട്ടിട്ടില്ല അതുകൊണ്ട് എന്നോട് ചോദിക്കണ്ടെന്ന് പറയും. നമ്മുടെ സഹോദരിമാര് ചെന്നുകൊണ്ട് പാറതമ്മിയോട് വീണ്ടും പറഞ്ഞു, നിങ്ങൾ പിന്നെ അതെ ഇന്നലെ അല്ലത് മിനിഞ്ഞാതാണ് ഇവിടെ 44 ആളുകള് 44 ആളുകൾ സോറി 44 ആളുകള് പള്ളിയിൽ വന്ന് അവരോട് യുദ്ധത്തിന് വേണ്ടി തയ്യാറാവുകയും യുദ്ധത്തിന് വേണ്ടി തയ്യാറായ 44ാമത്തെ ആള് തട്ടാൻ കുഞ്ഞില്, അതൊക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ അല്ലേ? കാളപൂട്ട് മത്സരവും കാളപൂട്ടിന്റെ കമ്പൊക്കെ അവർക്ക് ടെസ്റ്റ് അടിച്ചതുമായിട്ട് അവർക്ക് ഓർമ്മയുണ്ട്, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എന്നാല് അതിനുശേഷം ഇവര് സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ മറുനാട്ടിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷം വീണ്ടും പള്ളി മാത്രമേ ഞങ്ങൾ കരിക്കുകയുള്ളൂ, മറ്റൊന്നും ഞങ്ങൾ കരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനും അവർ സമ്മതിക്കാതെ വന്ന് യുദ്ധത്തിനു വേണ്ടി തന്നെ തയ്യാറാവുകയാണ് എന്ന് കണ്ടപ്പോ അവസാനം അവര് ഒരു കാര്യം കൂടെ പറഞ്ഞു, ചൊല്ലി പോശരിൽ മേശരി വിളീത്ത് ചൊന്നരേ കൊണ്ട് കേളുവിനോത്ത് മെല്ലെ പള്ളിപ്പുറം ചതുർമൂല മേലെ തൂങ്ങി വീളും കൂറും പോല തുല്ലിയും കരുകി മോറിപ്പേട്ട് ചോക്കിയം ശ്രുതിക്ക് ചൂടട്ടെ നല്ല പോലൊരു ഭാഗം വിരിക്കാം നഷ്ടം പാറ്റിയതൊക്കെ മടക്കാം. പിന്നീട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നുണ്ട്. നമ്മുടെ പിതാക്കന്മാർ പൂർവ്വ പിതാക്കന്മാർ പറഞ്ഞൊരു വാക്ക്, അവരുടെ സ്ഥൈര്യവും അവരുടെ ഈമാനും നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. അവർ പറഞ്ഞു, മാപ്പിളമാരെ നിങ്ങൾക്ക് നഷ്ടം പറ്റി എല്ലാം ഞങ്ങൾ തിരിച്ചു തരാം, ഇവിടെ പള്ളി ഞങ്ങൾ കരിക്കുന്നില്ല, ഞങ്ങൾ ആകെ ചെയ്യുന്നത് നിങ്ങൾ ഞങ്ങളുടെ ഗുരുവിനോട് ചെയ്തതായിരിക്കുന്ന ആ ക്രൂരതയ്ക്ക് പകരമായി കൊണ്ട് 4 ഭാഗത്തും തൂങ്ങിക്കിടക്കുന്ന കുറുമ്പോലകൾ മാത്രം ഞങ്ങൾ മുറിച്ചെടുത്തുകൊണ്ട് ചുടുകയും അത് ചുട്ടുകൊണ്ട് ഞങ്ങൾ വിജയിച്ചു എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്യും, ഇത് മാത്രമേ ഞങ്ങൾ ചെയ്യുകയുള്ളൂ, അതിന് നിങ്ങൾക്ക് സമ്മതം ഉണ്ടോ? ഇതിന് നിങ്ങൾക്ക് സമ്മതം ഉണ്ടോ എന്ന് മാപ്പിളമാരോട് ഹൈന്ദവ സഹോദരന്മാരെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് അതിൽ സമ്മതിക്കുകയാണെങ്കിൽ ഈ കുറുമ്പോലകൾ മാത്രം മുറിച്ചെടുത്തുകൊണ്ട് അത് ഞങ്ങൾ ചുടുന്നു, അതിന് നിങ്ങൾക്ക് സമ്മതമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവര് പറഞ്ഞു, അങ്ങനെ നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ നല്ല പോലെ രൂപാകം വീരിക്കാം നഷ്ടം പാറ്റിയതൊക്കെ മടക്കാം മടക്കി തരാമെണ്ടൊരു കേട്ട് മദന പുലികൾ ജവാബൂറ്റ്. അങ്ങനെ നിങ്ങൾ സമ്മതിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് നഷ്ടം പറ്റിയത് മുഴുവനും ഞങ്ങൾ തിരിച്ചു തരാം എന്നും ഇതുവരെ നമ്മൾ കഴിഞ്ഞതുപോലെ വളരെ അന്തസ്സായിക്കൊണ്ട് അഭിമാനത്തോടുകൂടെ നമുക്ക് കഴിയാമെന്നും പറഞ്ഞു. അപ്പോ അതിന് മറുപടിയായിക്കൊണ്ട് നമ്മുടെ സഹോദരന്മാർ പറഞ്ഞു, കടുവോളം കബൂലിലേബേത്ത് കരിക്കുന്നവനെങ്കിൽ അടുത്ത് ഒരു അണുമണി തൂക്കം അതിന് ഞങ്ങൾ തയ്യാറല്ല. ആരാണ് പള്ളി കരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് കുറുമ്പോലെങ്കിലും കരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുന്നത് എന്ന് ഞങ്ങൾക്കൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് സധൈര്യം അവരെ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം വസിയത്തെല്ലാം പറഞ്ഞ് മക്കളെയും മറ്റ് ഭാര്യമാരെയും ഒക്കെ അവര് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ പറഞ്ഞയച്ചുകൊണ്ട് അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവേ ഇരന്തവരടെങ്കിലും അമീതുള്ള റഹീമാരെ ഇരുപ്പോകൾ പൊതി ഭീട്ടി കൊടുക്കുന്നോനെ എല്ലായിടത്തിലും നിറൈந்து വാൾ കരീമായോരേ കരുമോങ്കിൽ കുഫിർ ചുറ്റി ജലം വയ്യും മുടക്കിയേ കടുപ്പത്താൽ തടിക്കെത്തി തളർച്ചാക്കോനെ
ബദനിൽ കവായത്തും ഉറപ്പേറ്റം തരണം താരേ. പുരി വാഴ്വ് കൊതിത്തല്ല മസ്ജിദൈ കരിക്കുന്ന പൊഷിയരിൽ പൊരുതെങ്കൾ ഷഹീദാവാനെ. നിന്റെ പുകള് പെറ്റേ വഹബാക്ക തരുള് മന്നാരേ. മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുന്നു, അല്ലാഹുവേ രാജാതിരാജനായ റബ്ബേ, അല്ലാഹുവേ ഞങ്ങളിതാ നിന്റെ വീട് കാക്കാൻ വേണ്ടി, നിന്റെ വീടിനെ സംരക്ഷിക്കാൻ വേണ്ടി, നിനക്ക് സുജൂദ് ചെയ്യുന്ന പള്ളിയെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങളിതാ യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. അല്ലാഹുവേ 44 ആളുകൾ മാത്രമാണ് റബ്ബേ ഞങ്ങളുള്ളത്. ആയിരക്കണക്കിന് ശത്രുക്കളോടാണ് ഞങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ടി വരുന്നത്. നിനക്കറിയാമല്ലോ റബ്ബേ, ഞങ്ങൾക്ക് ഇവിടെ കുടിക്കാനുള്ള ജലം ഇതാ കാഫിര്യങ്ങളിൽ തട്ടിയിരിക്കുകയാണ്. 3 ദിവസമായി കൊണ്ട് ഞങ്ങൾ പട്ടിണിയിലാണ് റബ്ബേ. ഞങ്ങളെ മക്കൾ പട്ടിണിയിലാണ്, ഭാര്യമാര് ബേജാറിലാണ്, അങ്ങനെ പിതാക്കന്മാര് ബേജാറിലാണ് റഹ്മാനെ. അതുകൊണ്ട് കടുപ്പത്താൽ തടി കേറ്റി തളറി ചാക്കോനേ, ഞങ്ങളെ ശരീരം ഇതാ തളർന്നിരിക്കുന്നു റബ്ബേ, ഞങ്ങളെ ശരീരത്തിന് ശക്തിയില്ല റബ്ബേ. പൊരി വാഴ്വ് കൊതിത്തല്ല മസ്ജിദൈ കരിക്കുന്ന പൊഷിയേരിൽ പൊരുതിങ്കൾ ഷഹീദാവാനെ. നിന്റെ പുകൾ പേറ്റി വഹമാക്ക തരുൾ മന്നാരേ. അല്ലാഹുവേ ഞങ്ങളുടെ ആയുധശക്തി ഇവിടെ പ്രകടിപ്പിക്കാൻ വേണ്ടിയല്ല റബ്ബേ, ഞങ്ങളുടെ ശരീരശക്തി പ്രകടിപ്പിക്കാൻ വേണ്ടിയല്ല റബ്ബേ, ഞങ്ങളുടെ അന്തസ്സും അഭിമാനവും ഇവിടെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയല്ല നാഥാ. റഹ്മാനെ, ഞങ്ങൾ യുദ്ധം ചെയ്തത് നിന്റെ പള്ളിക്ക് വേണ്ടിയാണ്. നിന്റെ പള്ളിക്കരിക്കാൻ വരുന്ന ഈ കാഫിര്യങ്ങളോട്, ഈ കുഫാറുകളോട് യുദ്ധം ചെയ്തിട്ടെങ്കിലും മരിച്ചിട്ടെങ്കിലും അത് തടുക്കാൻ കഴിയുമോ എന്നാണ് റബ്ബേ ഞങ്ങൾ നോക്കുന്നത്. അതുകൊണ്ട് ഈ യുദ്ധത്തിൽ ഞങ്ങൾക്ക് ഷഹാദത്ത് നൽകണേ റബ്ബേ, ഞങ്ങളെ നീ കൈവടിയല്ല റഹ്മാനേ. അരുൾദാത്ത് നബി താഹ വളരെ ഹഖും തൊലിവാലും അഹ്ൽ ബൈത്തുൽ അസ്ഹാബുർ ഫളായിലാലും എങ്കൽ കരുളേരം ഷഹാദത്ത് റഹീമായോനേ. ഇരിപ്പിന്റെ പൊവി വീട്ടി അടിയാർകൾ എങ്ങൾ നിങ്ങളെ സഫർ ചെയ്യുവാനായി ഇപ്പോൾ ഇറങ്ങുന്നോറിതാക്കാത്തോ ഹഫീലായോനേ. അതുകൊണ്ട് ഞങ്ങളുടെ നബിയുടെ ഹക്ക് കൊണ്ട്, അഹ്ലു ബൈത്തിന്റെ ഹക്ക് കൊണ്ട്, അവിടുത്തെ കുടുംബക്കാരുടെ ഹക്ക് കൊണ്ട്, അസ്ഹാബിമാരുടെ ഹക്ക് കൊണ്ട് ഞങ്ങൾക്ക് നീ ഷഹാദത്ത് നൽകണേ റബ്ബേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പൂർവ്വ പിതാക്കന്മാർ ഈ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുകയാണ്. തിരുത്തിപ്പോൾ ദുആ ചെയ്ത് ഹിജറത്തിൽ വെറുമതും തിരം വെറ്റേ മദീ ഷാബാൻ ഷഹർ താസിയാം തീയതി ദിനം നല്ല ലൈലത്തുൽ ജുമുഅ തന്നെ, വെള്ളിയാഴ്ച രാവ്, ഹിജറ 1144. അബൂസവാദലെ മുമ്പ് എത്ര വർഷം മുമ്പ് എന്ന് ചോദിച്ചിരുന്നത് കണക്കൂട്ടുക. ഇപ്പൊ 1437 അതിൽ നിന്ന് 1144 കുറക്ക്, അപ്പറയാം എത്ര വർഷമായി. 1437 നിന്ന് 1144 കുറച്ചാൽ എത്ര വർഷമായിട്ടുണ്ടോ അത്രയും ഹിജ്റ വർഷമായിട്ടുണ്ട്. ഏതായാലും ഷഅബാൻ മാസം വെള്ളിയാഴ്ച രാവിലാണ് ഈ യുദ്ധത്തിന് വേണ്ടി ഇവരിറങ്ങുന്നത്. ഒരത്തന്നാൾ നിലാവസ്ഥം മറിന്തുള്ള സമയത്തിൽ ഉളരീനർ പതിയിലുണ്ട് പുലിക്കൂട്ടികൾ പോരിൻ നൊരുക്കമായി പടക്കച്ച ഉടുത്ത് കെട്ടി ഇരസപ്പോർ അരികൾ പേർ അറിവീർ പേർ അഹിമദിൻ ഇബ്നു സൂഫി കരുത്തരും പിറേ പാറക്കൽ
കുട്ടി ഇബ്രാഹിം അവരും തൻ സഹജനാരും. കണക്ക് കൂട്ടിയിട്ട് ആർക്കും കിട്ടിയില്ല. $293 വർഷമായത്. ഈ യുദ്ധം കഴിഞ്ഞിട്ട് 293 ഹിജറ വർഷം. അപ്പോ ഇംഗ്ലീഷ് വർഷം കൂട്ടുമ്പോൾ കുറച്ചുകൂടിയും കുറയും. ആദ്യമായിട്ട് യുദ്ധത്തിനിറങ്ങുന്നത് 1437 ഇംഗ്ലീഷ് വർഷമാണത്. 1144 293 അപ്പൊ 284 വർഷം അല്ലേ? ഓക്കെ. ഈ യുദ്ധത്തിന് വേണ്ടി ആദ്യമായിട്ട് 11 ആളുകളാണ് ഇറങ്ങുന്നത്. അവര് ഒന്ന് അഹമ്മദ് ബിൻ സൂഫി, മറ്റൊന്ന് ഇബ്രാഹിം എന്നവര്, ഒന്ന് അദ്ദേഹത്തിന്റെ അനുജൻ അബൂബക്കർ ബിൻ ഹസന്, പിന്നെ നാലാമത്തെ ഇബ്നു ഇബ്രാഹിം, മാഹിൻ ബിൻ മൂസ, സൂഫി ബിൻ ഉമർ, അലി സുദർ അഹമ്മദ്, അലിയുടെ മകൻ അഹമ്മദ്, മുഹിദ്ദീൻ ബിൻ മുഹിദ്ദീൻ, അങ്ങനെ 8 പേരും. പിന്നെ ബഹുമാനപ്പെട്ട മോയിൻകുട്ടി ഇതിൽ പറയുന്നു അവരും തിരിയാ പേർ ഒരു മൂണ്ടും ഇവർ 8 മൂന്നാളുടെ പേര് അറിയില്ല. അങ്ങനെ 11 പേര് യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുകയാണ്. പകാമത്തെ കവാഫിറുകൾ മസ്ജിദിനൽ ബേപ്പാൻ പതിരുള് തന്നിൽ പുറപ്പെടുവാൻ കരുതി പറഞ്ഞ് വേത്തൊരുങ്ങുന്ന സമയം തന്നെ ബഹുത്തമാർ അവർ തമ്മിൽ പിടിത്തൂട്ടി സലാം ചൊല്ലി തിരിന്തവർ ഇര കണ്ട ഭയമാക്കൾ പോൽ പള്ളി വിടുന്നവർ 11 ഇറങ്ങി ചെന്താർ. അങ്ങനെ 11 ആളുകളും മറ്റുള്ള ആളുകളോട് സലാം പറഞ്ഞ് വിട പറഞ്ഞ് അവരെ നട്ടപ്പാതിരാ സമയത്ത് ഈ പള്ളിയിൽ നിന്ന് അവർ ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങി കഠിനം മടൽ കൊടുവരികൾ കൊടിയവർക്കിടയിൽ கடந்திகளை திடை கொடுமா தொடையிடையில் பெற்றலாய் அடிப்பிடியும் தட்டவடையும் செடு சட்டனா ചൊടിയാൽ അളവുള്ളകും ഒടുകൂടകും ഇടും അക്ഷരം ഉഷരേ. യുദ്ധം തുടങ്ങുകയാണ്. അപ്പൊ അതുകൊണ്ട് കയ്യിലുള്ള ആയുധങ്ങളൊക്കെ റെഡിയാക്കിയിരിക്കും എല്ലാവരും. കഠിനം അടൽ കൊടുവരികൾ കൊടിയവർക്കിടയിൽ ഈ 11 ആളുകൾ പോയിരിക്കുന്നത് 11 ആളുകൾ പോയിരിക്കുന്നത് യുദ്ധം ചെയ്യാൻ വേണ്ടിയാണ്, അള്ളാഹുവിന്റെ പള്ളി സംരക്ഷിക്കാൻ വേണ്ടിയാണ്. കടങ്കിടലായി ഇടയിക്കൊടുമ നൊടിയിടയിൽ പെടലായി അടിപിടിയും ചെന്നോട് കൂടെ തന്നെ കലാപരിപാടി തുടങ്ങി. അടിപിടിയും തടവട്ടയും ചെടു ചടന ചൊടിയാൽ കൈ കിട്ടിയ ആളുകളൊക്കെ നന്നായിട്ട് അങ്ങോട്ട് ശരിയാക്കാൻ തുടങ്ങി. അളവുള്ളകം മൊടുകൊടുകും ഇടും ഉഷരേ. ഇവരും കാത്തു നിൽക്കുന്നില്ലല്ലോ. അവരെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അവര് നോക്കുന്നു, ഇവരെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഇവരും നോക്കുന്നു. എന്തായാലും ശരി, ഇതിന് പിന്തിരിഞ്ഞു പോരാൻ കഴിയില്ല എന്ന് ഈ 11 ആളുകൾക്കറിയാം. മറ്റുള്ള ആളുകൾ അങ്ങനെയല്ല. ആയിരക്കണക്കിന് ആളുകൾ ഉള്ളതുകൊണ്ട് എങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് അവര് നോക്കും. പക്ഷേ ഒരാളെയും വിട്ടുകൂടാ എന്നുള്ള വാശിയിൽ, മുമ്പിൽപ്പെടുന്ന ഒരാളെയും വിട്ടുകൂടാ എന്നുള്ള വാശിയിൽ ഈ 11 ആളുകളും യുദ്ധം ചെയ്യുകയാണ്. കഠിനമില്ലേ ചതുർപുറവും ഇലങ്കി കുഫുറ പോൽ കല്ലങ്കി പര കടലിൽ നല്ല തിരമറിയും അഫലാൽ കൊടിയ നട്ടു ചുവട്ട് കൊട്ടു പട്ടവി കൊട്ടു കിളറേ കൊടു കുരമാതിരുൾ മുകിലിൽ ഇകലതെന്ന പറവാൽ
ജൂൺ ജൂലൈ മാസത്തിൽ തിരമാലകൾ ആഞ്ഞടിക്കുന്നത് പോലെ ഒരൊരമ്പിൽ കേൾക്കുകയാണ്. 11 പേരും പുലിക്കുട്ടികൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ അല്ലാഹുവിന്റെ പള്ളി സംരക്ഷിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുകയാണ്. ആരൊക്കെ അവരുടെ മുമ്പിൽ വന്നിരിക്കുന്നോ, ഇന്നലെ കണ്ട രാമനോ ഇന്നലെ കണ്ട കൃഷ്ണനോ അല്ല ഇന്നവർ കാണുന്നത്. ഇന്നവർ കാണുന്നത് അല്ലാഹുവിന്റെ ശത്രുവിനെയാണ്. ഒരു ഉമ്മയുടെ മക്കളെ പോലെ, ഒരു ഉപ്പാന്റെ മക്കളെ പോലെ ഒരു പാത്രത്തിൽ നിന്നുകൊണ്ട് ഒരു പായൽ കിടന്നുറങ്ങിയ ആളുകളാണ് എന്നവർ മറക്കുകയാണ്. കാരണം ഇന്നവർ അല്ലാഹുവിന്റെ പള്ളി കരിക്കാൻ വന്ന ശത്രുക്കളാണ്. അതുകൊണ്ട് തന്നെ ഈമാനുള്ള സഹോദരന്മാർ ശക്തമായ യുദ്ധരൂപത്തിൽ അവരോട് പെരുമാറുകയാണ്. പറവന്നിരുൾ കൊട്ടുപുലികൾ തിരതരിശിൽ മറയാത് പടമുമിന്നവരിൽ ഒരു ഹുജുബിലവേ തിരിവിൽ അറിവില്ലവർ കുഫ്രികളുടെ തിരടിശിരം കരവും അരിമുറികൾ കരുകരവേ കിരികിരിണറുപാൽ തുരുവിൽ പെട്ടിച്ചറമെ വിട്ടു 11 കുറികൾ തുടരുവതും ഇലയറമേ വിഷയിൽ ഭാഷയിലുള്ള മുമ്പിൽ വരുന്ന ആളുകൾക്ക് യാതൊരു ഇളവുമില്ല. കൃഷ്ണനായാലും ശരി, രാമനായാലും ശരി, ഏത് വല്യപ്പയാണെങ്കിലും ശരി, അവരുടെ മുമ്പിൽ വരുന്നത് അള്ളാഹുന്റെ ശത്രുവാണ് എന്നുള്ള നിലയിൽ തന്നെ എങ്ങനെയൊക്കെ അവരെ ശരിയാക്കാൻ പറ്റുമോ ആ രൂപത്തിൽ അടിച്ചും ഇടിച്ചും തൊഴിച്ചും ചവിട്ടിയും അവർ വരുന്ന വെട്ടിയും കുത്തിയും വരുന്ന ശത്രുക്കളെ ശരിയാക്കുകയാണ്. ഇത് ഏൽക്കുന്ന അവരുടെ അവസ്ഥ എന്താ? മുറയിടലും മലവിളിയും പല കുലരും ഉരപോൽ മുട്ടിമുതലൈ അടിയളവും ജുറുഹപ്പെട്ടു പതിനാൽ അതിമതമാതോണ്ട് ചില തലവർ കുഫീറണവിൽ ഉള്ളരിക്കരും പുലികൾ നിര പട്ടിപ്പെട്ടും പോലവരും കഥം പട്ടനും പിരടികളും പിടിത്തെടുത്ത് മുറിത്തും കബറിടയിൽ ഹജറും എല്ലാം അടിത്തൊടിത്ത് തകർത്തു. അവര് അടിയാണ് കിട്ടുമ്പോ ഈശ്വരോ കാളിയെ ഭഗവതിയെ സരസ്വതിയെ എന്നൊക്കെ പറഞ്ഞങ്ങോട്ട് ഓടാൻ തുടങ്ങുമ്പോ ഇവരെന്ത് ചെയ്യുന്നു? ഓടുന്ന ആളുടെ കാടിങ്ങിട്ട് പിടിച്ചിട്ട് മീസാൻ കല്ലുമ്പോ ടേ എന്ന് പറഞ്ഞ വൈക്കോട് തല്ലുന്നത് പോലെ അങ്ങോട്ട് തച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ തലച്ചോറൊക്കെ വേരട്ടാൻ പറ്റിയ രൂപത്തിലാക്കിയിട്ട് വിടും. ആരെയും വിടുന്നില്ല. മുമ്പിൽ കണ്ട ശത്രുവിനെ നാമാവേശമാക്കിക്കൊണ്ടിരിക്കുകയാണ്. 4 ഭാഗത്തും അതിശക്തമായിരിക്കുന്ന യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. മുമ്പിൽ വരുന്ന ഒരാളെയും വിടുന്നില്ല. കൊതിയതിലൈ പുതുന കുതികൾ കൊളവേ ഗണപതിയെ ഭഗവതിയെ സരസ്വതിയെ ശിവരേ സതികൊതിയും മുമതൊഴികെ ഇലൈതുയവേ അടലിൽ സജിപുറയും ഇടനടന്ന് വിളന്നിലും ഊരേ അടിയാൻ കിട്ടുമ്പോ പറ സരസ്വതിയെ കാളിയെ ഭഗവതിയെ എന്നൊക്കെ പറയും. അതാണ് കേൾക്കുമ്പോ വീണ്ടും കൊടുക്കും. ഓടാൻ തുടങ്ങുമ്പോ 2 കാലും പിടിച്ചിട്ട് മീസാങ്കിൽ മട്ടേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പൊട്ടിക്കും, വൈക്കോല് തല്ലുന്നത് പോലെ. ഈ രൂപത്തിൽ അതിശക്തമായിരിക്കുന്ന യുദ്ധം 11 പുലിക്കുട്ടികളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാതൊരു നിലയിലും ഇവരോട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് അവര് മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഏറെ കടുപ്പമത് നേരത്തിൽ ദുഷ്ടരിലെ പാറക്കൽ കുട്ടിപ്പിലമാൽ ഏറ്റിക്കവാഫിയുടെ മൂർത്തിക്ക് ചാടി അവർ പോർത്തേക്കും ഓരോ തരമാൽ മാറി തടുത്ത് ചില ബാറുറ്റ കുത്തുകളും അടിയീര പൊഴുത്ത് വിടമാൽ മാളിത്താളെന്ന് ചിലർ മൂളിപ്പോളിന്തിവിലും ആളിത്തരന്ത് മുരമാൽ പാറിപ്പൂവി പൊടികൾ കാരിട്ടീരുട്ടും അതിൽ തേരി താജിർത്ത് കുഫിറാ പല്ലും മൂകം വരികൾ എല്ലാം മുറിந்து കബർ കല്ലുമ്മൽ വീണ് ചിലരാ. പാറക്കൽ കുട്ടി എന്ന് പറയുന്ന ഒരാള് അതിശക്തമായിരിക്കുന്ന യുദ്ധം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒന്ന് തളർന്നിരിക്കുന്നു എന്ന് എങ്ങനെങ്കിലും ആ തളർന്ന ആളെങ്കിലും ഒന്ന് ശരിയാക്കാം എന്ന് വിചാരിച്ച് വരുമ്പോഴേക്ക് അതിലേറെ ശക്തിയായിക്കൊണ്ട് വീണ്ടും അവരോട് ഏറ്റുമുട്ടുകയാണ്. അങ്ങനെ അവർ തന്നെ ഈ കബറിന്റെ കല്ലിൽ വന്നുകൊണ്ട് മീസാൻ കല്ലുകളിലെല്ലാം തട്ടിമുട്ടി
ഉരുണ്ടും മറിഞ്ഞും അതിലവരുടെ പല്ലുകളൊക്കെ നശിച്ചു പോയിട്ടും മുഖമൊക്കെ വികൃതമായിട്ടും ആ രൂപത്തിൽ അവരെ ബേജാറായിക്കൊണ്ടിരിക്കുകയാണ്. നാറപ്പാടി പടികളേറെ പാട പുലികൾ കേറി പോടിത്തിഹറാ നാക്കും വരണ്ട് ചൊടി പാക്കും കൂറന്ത് മുറി ചാക്കും പേട്ടുന്ത് പലരാം പലപ്പാടിയിലുട്ട് മുറി പിലമേശി പേട്ട് മത പുലിയാന കുട്ടി ഷഹീദായി പടപമ്പനായ തമ്പി പോക്കരൂടെ അടൽ ഒമ്പതൂക്ക് പൊരുള. അങ്ങനെ പാറക്കൽ കുട്ടി അഹമ്മദി എന്ന് പറയുന്ന ആ മഹാൻ ഈ ലോകത്തോട് ആദ്യമായിക്കൊണ്ട് ഈ യുദ്ധത്തിൽ ഷഹീദാവുകയാണ്. ആദ്യമായിക്കൊണ്ട് ഈ ലോകത്തോട് അദ്ദേഹം വിട പറയുകയാണ്. അതിനുശേഷം ബഹുമാനപ്പെട്ട പോക്കർ ഹസൻ പോക്കർ നമ്മൾ പരുന്തിലാക്ക് അഭ്യാസം അറിയും എന്നും അതുപോലെ തന്നെ നമ്മുടെ ഈ ജ്യോതികളെ മുഴുവനും കൊല്ലാം ഹസൻ പോക്കർ മതിയല്ലോ എന്ന് പറഞ്ഞ് അവര് ബേജാറായ ബഹുമാനപ്പെട്ട ഹസൻ പോക്കർ അവരുടെ യുദ്ധത്തിനെ പറ്റി പറയുകയാണ്. തലക്കിട്ട് ചാട്ടി പിന്നായലിയട്ട് നീട്ടിയടി ചില തട്ട് ചോട്ടിൽ കൂട്ടവുമായി ഓർമ്മ കൂതിപ്പ് സൗറ് ഓർമ്മ ചീറപ്പ് ഹരി കോർമ്മ പൂളിക്കുമുള്ളതായി നലച്ചിത്തീരക്കുടികൾ പരിശൈ തൂടക്കിടവേ നിലമെത്തി വെട്ടും കിട്ടിപ്പോൽ നാടുന്നു കാസർ തട്ടി ഓടുന്നു പാളഴകും ഓടുന്നു നാക്കമത് പോൽ നിലപെട്ടാമറിച്ച ചുമട് ഇലപെട്ടിയിളക്കുവതും തിലക്കൊറ്റിയാട്ടുമയിൽ പോൽ ഞെട്ടിത്ത് വെട്ടി മനം മുട്ടിത്ത് ദുഷ്ടനില വിട്ടറ്റം ഓടി ഒരു പോൽ. ബഹുമാനപ്പെട്ട ഹസൻ പോക്കരിയുടെ യുദ്ധത്തിനെ പറ്റി ബഹുമാനപ്പെട്ട മോയിൻകുട്ടി വൈദ്യർ പറയുന്നത്, അദ്ദേഹത്തിന്റെ യുദ്ധം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പാമ്പിന്റെ ഒരാളെ അവിടെ കണ്ട് ശരിയാക്കിയിട്ട് ഇത് പോകുന്ന ഹസൻ പോക്കരി ഇത് പോകുന്ന പോക്കരി എന്ന് പറഞ്ഞുകൊണ്ട് ശത്രു വെട്ടുമ്പോഴേക്കും അദ്ദേഹം അവിടെ നിന്ന് വളഞ്ഞു പൊളഞ്ഞുകൊണ്ട് മറ്റൊരു ഭാഗത്തേക്ക് മറ്റേ ഒരു ശത്രുവിനെ അദ്ദേഹം ശരിയാക്കിയിട്ടുണ്ടാവും. ഇത് പോകുന്ന പോക്കരി എന്ന് പറഞ്ഞ് വെട്ടുന്നത് അവർ തമ്മിൽ തന്നെ വെട്ടിയിട്ട് മരിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ രണ്ടാമത്തെ ആള് ഇദ്ദേഹത്തിനെ വെട്ടുമ്പോഴേക്കും ഇദ്ദേഹം മറ്റൊരു സ്ഥലത്തെത്തി വേറൊന്നിനെ ശരിയാക്കിയിട്ടുണ്ടാവും. ഇത് പോകുന്ന പോക്കരി എന്ന് പറഞ്ഞുകൊണ്ട് വെട്ടുന്നതും അവർ തമ്മിൽ തന്നെ. ഈ രൂപത്തിൽ ഉള്ള വളരെ അതിശക്തമായിരിക്കുന്ന യുദ്ധമായിരുന്നു ബഹുമാനപ്പെട്ട ഹസൻ പോക്കരി ചെയ്തത്. അദ്ദേഹത്തിന്റെ യുദ്ധത്തിനെ പറ്റിയിട്ട് ബഹുമാനപ്പെട്ട മോയിൻകുട്ടി വൈദ്യരുടെ ശൈലിയിൽ പറയുകയാണെങ്കിൽ, തുടറക്കുഫറുകൾ കൊടുമത്തികളിൽ ഒരുമിത്തനെയും പെരുമച്ചൊടിയാൽ അടവക്കേടറുകൾ വീണട കൂടവെ തത്തിരി തിത്തിരി പടമണിമേളം മത്തിരി തത്തിരി ഇടയിടത്താളം തത്തിരി മുട്ടുകൾ എത്തിര കെട്ടുകളും അത്തിര ദുഷ്ടകൾ ഒത്തൊരുമിത്തിരി ദക്കബിലം ചിറർ തിക്കി ഉരുമ്പി ഉടുക്കുവതങ്കവു വക്രുകരിന്തുടൻ ഈറ്റിപ്പം പുലി തീറ്റിടും പുലി കേറ്റിപ്പമ്പിന് ലാട്ടിപ്പമ്പടി വെട്ടുകൾ നീട്ടുകൾ തട്ടുകൾ ചാട്ടുകൾ ചോട്ട് ചുമടടി ചൂട്ട് തടവടി കാട്ടിവിലവിനെ കൂട്ടിക്കലകമിൽ ഓടിയെത്തവെ ചാടിക്കുത്തവെ പാട്ടിദുഷ്ടരും കൂട്ടിയെത്തവെ ഉടനെക്കടുവ കൊടിയോടിടയിൽ മടുകപ്പടിശ തുളുകിട്ടിരിപ്പോൾ ഇടിവാൾ പടിപോൾ പിടിപാൾ അടിപാൾ പീച്ചലും വലി താച്ചിലും ചില ചാച്ചിലും തുടർ ചാച്ചിലും ഇറ്റിടை വട്ടം ദൃഷ്ടി ഉരുട്ടി നോക്കും തൊറുടെ ഊക്കും കുഫറുകളെ ചാക്കും അവർ ചില പാക്കും തുടർ ഇരെ പെരിയോർ ഒളിവാൾ ഒരുവാർ നബി മേൽ സ്വലാത്ത് സലാമും ശരത്തിലും ഇരുത്തിയും കത്തനൽ ബൈത്തിൽ അകത്തുൾ ചിത്തിര കൂട്ടപ്പുലികൾ നോട്ടത്തിനിലെ കൂരിറ്റുരമാൾ ചാറ്റി തെക്കുവീർ കേട്ടും മുതിർത്തും എതിർത്തും ഊറ്റും ഉദിത്ത് കുതിത്തും അതിത്ത് നടത്തി അടിത്തും പിടിത്തും ഓടിത്തും മറുത്തും മുറിത്ത് ആരബെട്ടിലെ കുഫർ തൊട്ടികൾ തലയും നെറ്റികൾ കുറയും അറ്റതുൾ ചെറിയും പൊട്ടിടമിടയും അട്ടികൾ പൊടിയും കഥമടി പദമോട്ട് പതുകട്ടി നടുത്തുട കറുകർ അരമുറി ശെരുശരി ഉദിരമെ ചൊരികവെ മുറ്റിപ്പെരികവെ ചുറ്റിക്കലകവെ തത്തിപ്പുലിയുടെ കുത്താൽപ്പള്ള കാകളെ കുള്ളിക്കുള്ളതാം അണ്ടം കരളും ചിന്തും കുടലും ഈനത്തൊയിലോർ വീണിട്ടരുളை ശീനിട്ടരുളിൽ കേനിട്ടരുളിട്ട് അയ്യപ്പാത്തുണ ചയ്യപ്പ രായനകൃഷ്ണ രായ വിഷ്ണു ജഗപതി നമ്മെ ഭഗവതി അമ്മേ നോക്കിനി വയ്യ തോക്കല കയ്യാൽ ചാക്കിനി വയ്യോ ബാക്കിയമ്മ ചോര ചിന്ത സിംഹം വരുന്ന കോലോ പരുന്തിടും ചെമ്പരുന്തിന്റെ കൊച്ചേലോ ഇതമിതം എമ്പി മലങ്കി കുലുങ്കി കശങ്കി മശങ്കി വിടുന്തും എഴുന്തും മുറന്തും മുറിന്തും ഇറന്തും വിനത്തരം ഇത്തലം മുത്തുമുടി ഇത്തിരം എത്ത ഉരത്ത തരത്ത് അനത്ത വിടത്തലം എത്തി തകർച്ചിട വാരോ തലവർ. ഇതാണ് ബഹുമാനപ്പെട്ടവരുടെ യുദ്ധത്തിനെ പറ്റി പറയുന്നത്. കേൾക്കുന്നില്ലേ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ?
നാക്കുളുക്കും. ഓക്കെ കേട്ടാ മതി ഇൻഷാ അല്ലാഹ്. അതേപോലെ അമീർ സാഹിബ് പറഞ്ഞോളൂ, കേട്ടിട്ടില്ലെങ്കിലും നാളെ അമീർ സാഹിബ് ഇതുപോലെ പറഞ്ഞോളൂ. ഈ രൂപത്തിലായിരുന്നു ബഹുമാനപ്പെട്ട, ഏകദേശം നിങ്ങൾക്കൊക്കെ മനസ്സിലായില്ലേ പറഞ്ഞെന്താണെന്ന്? പറഞ്ഞത് നിങ്ങൾക്കൊക്കെ മനസ്സിലായല്ലോ. ഏതായാലും പോക്കര് മൂപ്പൻ ആ രൂപത്തിൽ അതിശക്തമായിരിക്കുന്ന യുദ്ധമായിരുന്നു നടത്തിയിരുന്നത്. അങ്ങനെ ഇവര് എന്ത് ചെയ്തു? പിടിച്ചു നിൽക്കാൻ കഴിയാതെ ശത്രുക്കൾ പിന്മാറി. 11 ആളുകളേറ്റ് നൂറുകണക്കിന് കുഫാറുകൾ ഉണ്ടായിട്ട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവർ പിന്തിരിഞ്ഞു എന്ന് മാത്രമല്ല, അവര് ഇവരെ കുറെ മരിച്ച ആളുകൾ, അതുപോലെ തന്നെ കുറെ കൈകാലുകൾ മുറിഞ്ഞ ആളുകൾ, പരിക്ക് പറ്റിയ ആളുകൾ, ഇവരുമായി കൊണ്ട് പാറ നമ്പിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. എങ്ങനെ പോകുന്നത്? ഉളരി മാനം ഭയപ്പെട്ടോരായി, മോകം കെട്ടോരായി, പള്ളി വിട്ടാകെ ഉഷിത്തിജകത്തോടെ എടുത്തിട്ടോടി നടന്നിട്ടാരേ ഇലക്കി ചീലർ പൂലി പൽക്കോവ കാട്ടി വിട്ടോടും കിലബൈ പോലെ ഈ അവർ കൂട്ടത്തിൽ മുന്നോടി ക്ഷണം ചെന്നാരെ പാതിമണ്ണൂരിൽ. അവര് ഈ മരിച്ച ആളുകളെയും കുറെ മയ്യത്തിനെയും പരിക്ക് പറ്റിയ ആളുകളെയും ഒക്കെ ആയിട്ട് ഏത് രൂപത്തിലാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ, ഒരു സിംഹം ഇരയെ കടിച്ച് ആ കടി വിട്ടാൽ എത്ര സ്പീഡിലായിരിക്കും ആ ഇര പോകുന്നത്, അതേ രൂപത്തിൽ ഭയപ്പെട്ടുകൊണ്ട് പേടിച്ചുകൊണ്ട് പാറ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഉടരി തീരു മുമ്പിൽ മിണ്ടാനെ, കാരു കണ്ടാനെ കൊണ്ട് പിണ്ടാനെ, കൂശാതെ ചോനൽ കൂലത്തോരെ നഗരത്തെയും പള്ളി ചുട്ടോ നീർ. മൊളിവിൻ പാട്ട വാർത്ത എന്താമേ, ഉമക്കെന്തോരു ഭയം എന്താമേ, മൊയ്യോങ്കിൽ കേട്ട് മൂറന്തോരായി തിരുമൊന്താനെ വീളും തൂറ്റാനേ. അങ്ങനെ പാറനമ്പിയുടെ മുമ്പിൽ ചെന്നു. പാറനമ്പിയുടെ മുമ്പിൽ ചെന്ന സമയത്ത് പാറനമ്പി അവരോട് ചോദിച്ചു, കൂശാതെ ജോനർ കുലത്തോരെ നഗരത്തെയും പള്ളി ചുട്ടോ നീർ. അല്ല, നിങ്ങളൊക്കെ ആ പള്ളി കരിച്ചില്ലേ, മാപ്പിളാരൊക്കെ കൊന്നില്ലേ എന്ന് ചോദിച്ചു. മാപ്പിളാരൊക്കെ ശരിയാക്കിയില്ലേ, പള്ളി കരിച്ചില്ലേ, ചുട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഇവര് പിന്നെ പഴയ ഭാഷയിൽ പറഞ്ഞാൽ പൈസ ഇല്ലാത്തൊരു ഇറച്ചിക്ക് പോയ മാതിരി ഇങ്ങനെ നിൽക്കണം. അവിടെ ഒരു ഉന്മേഷമല്ല. ഇതൊന്നും ചോദ്യത്തിന് മറുപടി പറയാൻ ഒരു ഉന്മേഷമില്ലാതെ ഇങ്ങനെ നിൽക്കുക. അപ്പൊ പറഞ്ഞു ചോദിച്ചു, മൊലിവീൻ പാട്ട വാർത്ത എന്താമേ, ഹോമ എന്തോ ഒരു ഭയം എന്താമേ. ഒന്ന് പറയും മക്കളെ, എന്താണ് പടയുടെ വാർത്ത? എന്താണ് സംഭവിച്ചത്? എന്തോ നിങ്ങൾക്കൊരു ഭയം ഉണ്ടല്ലോ. ആ പോയ ഹൂക്കൊന്നും ഇപ്പൊ കാണുന്നില്ലല്ലോ. ഞങ്ങൾക്ക് അവരങ്ങട്ട് അടിച്ച് പൊട്ടിച്ച് മൂക്കിന് വലിക്കുന്നവരോട് പോയവരല്ലേ, പക്ഷെ ആ പോയ ഊക്കൊന്നും ഇപ്പൊ കാണുന്നില്ലല്ലോ. എന്താ നിങ്ങൾക്ക് പറ്റിയത്? മൊയ്യൂകൾ കേട്ടിരുന്നു റന്തോരായി തിരുമുൻതാനെ വീണ്ടും തുറ്റാനെ. അപ്പൊ അവര് പറയാൻ തുടങ്ങി, പൊന്നാര പ്രഭു, നിങ്ങളോട് പറയുകയാണെങ്കിൽ വിശദമായിട്ട് ഞങ്ങൾ പറഞ്ഞുതരാം. എന്താ ഉണ്ടായിരുന്നറിയോ? ഉറ്റാറേമേ പള്ളി ചുറ്റിയേ, ജലം തട്ടിയേ, വഴി മുട്ടിയേ, ഊണം കൂടിയില്ല തിന്നാളിൽ പസ്തി ജോനോരിൽ പാതിനൊണ്ടാള്. ഉറ്റാറേമേ പള്ളി ചുറ്റിയേ, പ്രഭു ഞങ്ങൾ അവരുടെ പള്ളി വലയം ചെയ്തു. ജലം തട്ടിയെ അവർ ഞങ്ങൾ ഉപരോധിച്ചു, ജലമൊക്കെ ഞങ്ങൾ മുടക്കി. വഴി മുട്ടിയെ, അവർക്ക് ജീവിക്കാൻ വഴിയില്ലാത്ത രൂപത്തിൽ അവരെ ഞങ്ങൾ പട്ടിണിക്കിട്ട് ഉപരോധിച്ചു. ഊണും കുടിയില്ല തീനാളിൽ അവർക്ക് കുടിക്കാനോ ഭക്ഷിക്കാനോ വെള്ളമില്ലാത്ത രൂപത്തിൽ, ഭക്ഷണമില്ലാത്ത രൂപത്തിൽ 3 ദിവസം വരെ ഞങ്ങൾ പട്ടിണിക്കിട്ടു. അതിനുശേഷം
എന്താണ് 11 നാടുകൾ വന്നു. മുറ്റീരുൾ രാവിലെ ബെങ്കോവാപ്പ, മുറ്റീരുൾ രാവിലെ ബെങ്ക പൊല്ലിറങ്ങി യുദ്ധം തുടങ്ങിനാർ. മുന്തി ശൂരുതി കേട്ട അഭ്യാസ കണക്കിലാക്കൻ പോക്കറുണ്ടാലേ. അങ്ങനെ ഒരു 11 ആളുകൾ പൊന്നാര പ്രഭു ആ കൂട്ടത്തിൽ നിന്നിറങ്ങി. 11 ആളെ കൂട്ടത്തിൽ നമ്മളെ ഹസൻ പോക്കർ ഉണ്ടായിരുന്നു കേട്ടോ. ഹസൻ പോക്കർ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്താ സംഭവിച്ചറിയോ? മറ്റും കാര്യം പോലി പാലന്മാർ പാട പാറാലെ എന്ത് കൂറുവാൻ, മട്ടത് കണ്ടാൽ ഒരു കാലും മക്കുലക്കാരോട് ജയിക്കാക്കേ. ഒരു കാരണവശാലും ആ വിഭാഗം ആളുകളോട് നമുക്കൊരിക്കലും ജയിക്കാൻ സാധിക്കും എന്ന ഒരു പ്രതീക്ഷയും വേണ്ട പൊന്നാര പ്രഭു. ആ കോരത്തിലുള്ള യുദ്ധമാണ് അവർ നടത്തിയത്. പറ്റീനാമിൽ ചകപ്പെട്ടേറാതി മട്ടിയിട മുറിപ്പെട്ടോരായി പട്ടയിൽ കെട്ടിയെടുത്താകെ വരുന്നുണ്ടാവേ അത് കൊണ്ടോളും. ഇപ്പോ ഞങ്ങളീ കൊണ്ടുവന്നിരിക്കുന്നുണ്ടല്ലോ, ഞങ്ങളീ കൊണ്ടുവന്നിരിക്കുന്നതൊക്കെ സാമ്പിളാണ്. ഇനി കുറെ ബാക്കിൽ വരുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന കെട്ടിവിളിച്ച് കൊണ്ടുവന്നിരിക്കുന്ന ശവങ്ങളും പരിക്കുപറ്റിയവരൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഇതിനേക്കാളൊക്കെ കൂടുതൽ ഇനിയും വരാണ്ട് പ്രഭു. പട്ടയിൽ കെട്ടിയെടുത്താകെ വരുന്നുണ്ടാമേ അത് കണ്ടോളും. കെട്ടിവിളിച്ച് കൊണ്ടുവരുന്നുണ്ട്, ഇപ്പൊ വരും. കണ്ടാവർ ജോനവർ ചേലല്ല ചില പേർ ചൊല്ലാനവർ കൊണ്ടല്ല, കാൺകീലും കേൾക്കീലും നാം ജാതി നീറ് ജീവിക്കാരായി വിസർജിക്കുമേ. നമ്മൾ വിചാരിച്ചത് ആ തലീകെട്ടും കെട്ടി അരയിലൊരു കത്തിയും ഒരു കള്ളിത്തുണിയൊക്കെ എടുത്ത് നടക്കുന്നത്, ആ വെറ്റില മുറുക്കി ഇങ്ങനെ നടക്കുന്നത് കണ്ടപ്പോ ഇവർക്ക് ഒന്നിനും കഴിയില്ല എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ പൊന്നാര പ്രഭു യുദ്ധക്കളത്തേക്ക് തന്നെ ഇറങ്ങുമ്പോൾ നമ്മളെ കാണുന്ന കാക്കാരല്ല അവര്. കാൺകിലും കേൾക്കിലും നാം ജാതി നിർജീവിക്കാരായി വിസർജിക്കുന്ന, മരിച്ചു കിടക്കാനെങ്കിൽ വയറ്റുന്നാണ് പോകും പ്രഭു. ആ കോലത്തിലുള്ള യുദ്ധമായിരുന്നു അവർ ചെയ്യുന്നത്. മരിച്ചു കിടക്കുന്ന ആളുപോലും വയറ്റുന്നു പോകുന്ന കോലത്തിലുള്ള യുദ്ധമാണ് അവർ ചെയ്തത്. നെന്തിടും ശേഷി തേജോനോലിൽ നിന്ന് സേനയാൽ ജയിത്താനാലും നിർണമ്യ സ്ഥാനം ഭാവിക്കൂമേ ജഗവാൾ പോമേ പാഖ്യവാനാണ്. ഇത് ഞങ്ങളെ മോശം കൊണ്ടല്ല, ഞങ്ങൾ മോശക്കാരായതുകൊണ്ടല്ല പ്രഭു. ഞങ്ങൾ ഒരുപാട് യുദ്ധം നടത്തിയ ആളുകളല്ലേ, ഞങ്ങൾ ഒരുപാട് യുദ്ധം നടത്തിയ ആളുകളാണ്, ഒരുപാട് യുദ്ധത്തിൽ വിജയിച്ച ആളുകളാണ്. അതൊക്കെ പ്രഭുവിനെ അറിയുന്നതല്ലേ. ഇത് ഞങ്ങൾ കുഴപ്പമില്ല, മറുപക്ഷത്തിന്റെ ശക്തി കൊണ്ടാണ്. ആ കോലത്തിലുള്ള ശക്തിയാണ് പ്രഭു അവർ കാണിച്ചത്. പിഞ്ചീട്ടും പോലെ ജഗക്കാരും വൻമൂറിക്കാരും, പിഞ്ചീട്ടും പോലെ ജഗക്കാരും വൻമൂറിക്കാരും വന്താടുത്തീടേ. വീട്ടിനകത്തും പുറത്തായും അവൻ വെത്താനേ ദർശിത്താരേ. ഇത് ഈ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നേരത്തെ പറഞ്ഞതുപോലെ പട്ടയിൽ കെട്ടിയെടുത്തിട്ട് കുറെ കാല് മുറിഞ്ഞ ആളുകൾ, കുറെ പല്ല് ഇല്ലാത്ത ആളുകൾ, കുറെ കയ്യ് മുറിഞ്ഞ ആളുകൾ, കുറെ ഇഷ്ട ആളുകൾ, ഇങ്ങനെ എല്ലാതും ഏറ്റി വലിച്ച് പിന്നെ ശബ്ദ കോലാഹലവും മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവരെയുമായി കൊണ്ട് അതിന്റെ ബാക്കിലുള്ള സംഘവും എത്തിക്കഴിഞ്ഞു. അണ്ടാവർ കൂട്ടം കൂടുമ്പോരും മുറയും പാറും മായരം പാറാൽ അച്ചേരല് വെച്ചും ഭാവിച്ചോട്ടയിച്ച കച്ചോട്ടെ വെച്ചടച്ചോട്ടെ. ഇതൊക്കെ പാടെ കണ്ടപ്പോ കുടുംബക്കാര് പറഞ്ഞു, ഇനി പാറനമ്പി ഇതങ്ങോട്ട് നാക്കിക്കോളൂ. തൃപ്തിയായില്ലേ, പള്ളി കരിക്കാൻ വിട്ടിട്ട് ഇപ്പൊ നിങ്ങൾക്ക് തൃപ്തിയായില്ലേ? കുറെ എണ്ണത്തിനങ്ങോട്ട് കുരുതി കൊടുത്തപ്പോ ഇനി ഇതൊക്കെയാണ് നാക്കിക്കോളൂ എന്ന് പറഞ്ഞ് അവർ അവിടെ പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഇൻഷാ അള്ളാ ഇനി ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ എന്തൊക്കെയായി, പാറനമ്പി എന്ത് തീരുമാനം എടുത്തു എന്നും ബാക്കിയുള്ള
44 ആളുകളിൽ നിന്ന് 33 ആളുകൾ എന്തായി എന്നൊക്കെ ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ദിവസങ്ങളിൽ പറയുവാനും കേൾക്കുവാനും സർവശക്തനായിരിക്കുന്ന അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഇന്ന് അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തായാലും ബഹുമാനപ്പെട്ട കരീം ഫൈസി ഉസ്താദിന്റെ അവതരണം ഇന്ന് കട്ടൊന്നുമില്ലാതെ വളരെ സസൂക്ഷ്മം ശ്രവിക്കാനും സാധിച്ചു. ഉസ്താദിനോട് ഒരു ചോദ്യം. ഒരു ഹിന്ദു മുസ്ലിമായി യുദ്ധത്തിൽ പങ്കെടുത്ത് മരിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ കാതിൽ കടുക്കൻ ഇട്ട് ആ ദ്വാരം കണ്ടതുകൊണ്ട് മുസ്ലിങ്ങള് അദ്ദേഹത്തെ മറവാടാക്കി കൂട്ടാക്കിയില്ല എന്ന് പറഞ്ഞു. അത് അവസാനം അത് എന്താക്കിയെന്നൊന്ന് പറയാമോ ഉസ്താദ്? ആ കഥയുടെ ആ ഭാഗത്തിലേക്ക് എത്തിയോ അല്ലെങ്കിൽ എന്തായി എന്നൊന്നുകൂടെ പറയാമോ? അതുപോലെ തന്നെ ഹിന്ദുക്കളിൽ നിന്ന് എത്ര പേര് മരിച്ചു? ജാഫർ മുന്നീർ ലാസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഉസ്താദ് എന്താണ് ലാസ്റ്റാണ് പറയണത് അല്ലെങ്കിൽ ഇപ്പോഴാണ് പറയണേ? അതൊരു സംശയമാണത്. ഉസ്താദ് റൈസ് ചെയ്തിട്ടുണ്ട്. ഞാൻ കഴിയും. അദ്ദേഹം വളരെ നാട്ടിൽ നിന്ന് പിന്നെ ആളുകൾ വന്നിട്ടാണ് ഇവരെ ചെയ്യുന്നത്. 44 ആളുകൾ ആയിരുന്നു ഷഹീദായത്. അതിൽ നിന്ന് കുഞ്ഞേലു എന്ന് പറയുന്ന കുഞ്ഞാലി, അദ്ദേഹം ആണ് നമ്മളെ കഥാപാത്രം. അദ്ദേഹത്തിനെ പിന്നീട് മുസ്ലിങ്ങൾ, പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, മുസ്ലിങ്ങൾ അവരെ എടുക്കുമ്പോൾ യാതൊരു പ്രശ്നമില്ലാതെ അവർക്ക് എടുക്കാൻ കഴിയുന്നുണ്ട്, മറുഭാഗത്തിനത് എടുക്കാൻ കഴിയുന്നില്ല. അതിൽ കടുക്കേണ്ട കാരണത്താലാണ് അവർ ഒഴിവാക്കി പോയത്. പിന്നീട് ഈ യുദ്ധത്തിന് ഇറങ്ങിയ ആളുകള് യുദ്ധത്തിന്റെ ചരിത്രങ്ങൾ അവർക്ക് കഴിയുന്ന ഒരു കവിയായിട്ടും ലേഖന രൂപത്തിലൊക്കെ എഴുതി വച്ചിരുന്നു. ഈ സംഭവം വായിച്ച ആളുകൾ ഇങ്ങനെ ഒരു കുഞ്ഞേരും, നമ്മുടെ തട്ടാൻ കുഞ്ഞേരും ഈ കാര്യത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് അവർ അറിയുകയും അങ്ങനെ ആദരപൂർവ്വം ഈ 44 ആളുകളോടുകൂടെ തന്നെ അദ്ദേഹത്തിനെയും മറവ് ചെയ്യുകയുമാണ് ഉണ്ടായത്. ഇന്ന് മലപ്പുറം ആഞ്ചേരി പള്ളിയിൽ പോയാൽ നമുക്ക് കാണാം 22 ആളുകളുടെ ഒരു ലൈനിലും 22 ആളുകളെ മറു ലൈനിലുമായിട്ട് 2 ലൈനായിക്കൊണ്ട് ഇന്നും ആ ശുഹദാക്കളെ ഖബറടക്കിയിട്ടുണ്ട്. അതിൽ ഈ നമ്മൾ പറഞ്ഞ ഈ കുഞ്ഞാലി എന്ന് പറയുന്ന മഹാനും ആ കൂട്ടത്തിൽ ഉണ്ട്. ഒരു സുജൂദ് പോലും ചെയ്യാതെ ഇതുപോലത്തെ ഒരു സംഭവം ഹൈബർ യുദ്ധത്തിലുണ്ടായിട്ടുണ്ട്. ഹൈബർ യുദ്ധത്തിലും ഇതുപോലെ ഒരു സുജൂദ് പോലും ചെയ്യാതെ, അതായത് ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഷഹീദായിക്കൊണ്ട് അദ്ദേഹം ഒരു സുജൂദ് പോലും ചെയ്യാതെ ഷഹീദാവുകയും ഷഹീദായി അദ്ദേഹത്തിന്റെ ഖബറടക്കം നടത്തുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പെട്ടെന്ന് മുഖം തിരിച്ചു. അപ്പൊ സഹാബത്ത് ചോദിച്ചു, അല്ല നബി, എന്തിനാണ് താങ്കൾ മുഖം തിരിച്ചത്? അപ്പൊ പിന്നെ ഹൂറിലീങ്ങൾ വന്നിട്ട് തർക്കിക്കുകയാണ്, എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആ മയ്യത്തിന് വേണ്ടി തർക്കിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അവരെ കാണണ്ട എന്ന് വിചാരിച്ച് ഞാൻ മുഖം തിരിച്ചതാണ് എന്ന് പറയുകയുണ്ടായി. അപ്പൊ ഇങ്ങനത്തെ ഭാഗ്യങ്ങളൊക്കെ, ഇതുപോലൊരു ഭാഗ്യം ലഭിച്ച മഹാനാണ് നമ്മുടെ കുഞ്ഞാലി എന്ന് പറയുന്ന മഹാൻ. അല്ലാഹു തആല ബദരീങ്ങളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മെ ഇരുവീട്ടിലും വിജയിപ്പിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ എത്ര ആളുകൾ മരിച്ചു എന്നുള്ള ഇൻഷാ അല്ലാഹ് നമ്മുടെ കണക്ക് പിന്നീട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സംസാരിക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും.